അഖിൽമാരാറ് അവസാനം ചാണകക്കുഴിയിൽ വീണു. അവസാനമല്ല, അയാൾ ചാണകക്കുഴിയിൽ തന്നെയാണ് മുന്നേയും കിടന്നിരുന്നത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സുകാരനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ നടക്കുന്നതാണ്. അയാൾക്ക് സീറ്റ് ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് നേരെ 2020 ചേർന്നിട്ട് BJPയുടെ കൂടെ അങ്ങ് ലയിച്ചിട്ടുണ്ട് കേട്ടോ. കേരള സ്റ്റോറി 2 ട്രെയിലർ വലിയ രീതിയിൽ ചർച്ചയായി. ഞാൻ ഇൻസ്റ്റഗ്രാമിലിട്ട വീഡിയോ ഭയങ്കര റീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹിന്ദിക്കാർ വന്നിട്ട് ഇങ്ങനെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പറയേണ്ടത് നമ്മൾ പറയുക തന്നെ ചെയ്യും. അതുപോലെ നട്ടലുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ട്. അതാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി. തന്റെ പാട്ടിലൂടെയും അല്ലാതെയും ഒക്കെ ഒരുപാട് രാഷ്ട്രീയം പറയുന്ന മനുഷ്യനാണ്. ഫാസിസത്തിനെതിരെ ശക്തമായി ശബ്ദമുയർത്തുന്ന ഒരു മനുഷ്യൻ. അഖിൽമാരാർക്കും എല്ലാവർക്കും നല്ല കൊട്ടു കൊടുത്തിട്ടുണ്ട്. ആദ്യം അഖിൽമാരാറിന്റെ ആ വെളുപ്പീരൊന്ന് കാണാം. 2025 നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടോ അല്ല 2014 മോദി വന്നതൊന്നും കൊണ്ടുണ്ടായ പ്രശ്നങ്ങളല്ല ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പാർട്ടിക്കാർ എവിടെങ്കിലും ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ ഈ 130 കോടി വരുന്ന ജനങ്ങൾക്കിടയിൽ മൊത്തവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വലുതാക്കി മനുഷ്യനെ ഭിന്നിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എവിടെയും ഒരു പ്രശ്നമുണ്ടോ ഈ രാജ്യത്ത് മുസ്ലിംസിന് പ്രശ്നമുണ്ടെങ്കിൽ അത് റിയൽ ആയിട്ട് അഡ്രസ് ചെയ്യണം. പക്ഷേ ഇല്ലാത്ത പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കലല്ല മതേതരത്വം. അത് BJPക്കാരോട് നീ പോയി പറയണം. കേരള സ്റ്റോറി 2 ട്രെയിലർ കണ്ടില്ലേ നീ? കണ്ടാലും നീ ഒന്നും പറയില്ല. കാരണം നിനക്ക് സീറ്റ് കിട്ടിയല്ലോ. സീറ്റ് കിട്ടിയാൽ അപ്പ കണ്ടവൻ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമൊക്കെ നല്ലതൊന്നും അല്ല എന്റെ പൊന്നുമോനെ. എന്ത് വലിയ ഊളത്തരം കാണിച്ചിട്ടാണ് ഈ ന്യായീകരിക്കുന്നത്? എന്തൊരു നെകളിപ്പാണ് അവന് നോക്കിയേ. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇങ്ങനെ മനഃപൂർവ്വം നുണകൾ പറയുകയാണെന്ന് പറയുന്നത്. ബീഫിന്റെ പേരിൽ എത്ര മുസ്ലിങ്ങളെ BJPക്കാർ തല്ലിക്കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നീ ഒന്ന് അന്വേഷിക്കടാ പോയിട്ട്. അതുപോലെ തന്നെ ക്രൈസ്തവന് നേരെ നിരന്തരമായിട്ട് ആക്രമണം അഴിച്ചുവിടുന്ന സംഘപരിവാരത്തെ കുറിച്ച് നീ പോയി അന്വേഷിക്കടാ അഖിൽമാരാറെ. ബിഗ് ബോസിലുള്ള സമയത്ത് ഇയാളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു, അതിലും സപ്പോർട്ടായിരുന്നു. പക്ഷെ ഇവൻ എങ്ങനെ പെട്ടെന്ന് BJP കുഴിയിലേക്ക് ചാടി എന്നുള്ളതല്ലേ അത് തന്നെ. പഹൽഗാമിലെ ആക്രമണം നിങ്ങൾക്ക് അറിയാലോ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ രാജ്യവിരുദ്ധമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇവനെതിരെ കേസ് വന്നു. ഇനി ആ കേസൊക്കെ ഒന്ന് തേഞ്ഞു മാഞ്ഞു പോകണമെങ്കിൽ ആ മണി അവിടെ അടിച്ചു കൊടുക്കണം. അതിന് പോയതാ, വേറൊന്നുമല്ല. എന്തായാലും വേടൻ ഇവന് കൊടുത്ത മറുപടി, മൊത്തം സംഘികൾ കൊടുത്ത മറുപടി ഒന്ന് കാണാം. ഇത്രയും വെറുപ്പോട് കൂടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇത്രയും ദേഷ്യം നമ്മളോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് നമ്മുടെ മേത്തിൽ. മനസ്സിലായോ? ശ്രദ്ധിച്ച് കണ്ട് ജീവിച്ചോളാം. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തോളാം. പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നോക്കിയോ, ഇല്ലെങ്കിൽ കുമ്മര ആദ്യം അടിക്കാൻ പോകണം നമ്മളെ. എനിക്കിത് പറയാതിരിക്കാൻ, എനിക്ക് പാട്ട് പാടിയിട്ട് കാശ് വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറ്റും. എനിക്കിത് പറയാതിരിക്കാനും പറ്റുന്നേ. അപ്പൊ ഞാൻ എനിക്ക് കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റാത്തതുണ്ടല്ലോ. നിങ്ങളെല്ലാവരും എന്റെ സഹമനുഷ്യരാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്നായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നമ്മളെ ഒരുപാട് തവണ പരിശോധിച്ചപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച്. അന്ന് നമ്മളിതൊന്നും കണ്ടില്ല. കണ്ട മക്കളെ, നമ്മളൊരു സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ ഇവന്മാര് ചെയ്യണ പണി കണ്ട. മര്യാദയ്ക്ക് സിനിമ കാണണമെങ്കിൽ ഒരു രാഷ്ട്രീയം കണ്ടോളാം നിങ്ങൾ. അവന്മാരുടെ ഭക്ഷണ രാഷ്ട്രീയം കൊണ്ട് വന്നേക്കാം അവന്മാര് കേരളത്തിൽ. ഭക്ഷണ രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കുക കേരളത്തിലേക്ക് എന്നാ പറയുന്നേ. ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പരമാവധി ബീഫ് വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. കാരണം അന്ന് നല്ല ഫ്രഷ് ബീഫ് കിട്ടാറുണ്ട്, നല്ല അസല് ഹലാൽ ബീഫ് കിട്ടാറുണ്ട്. ഞങ്ങൾ അത് വാങ്ങി കഴിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ബീഫ് കഴിക്കാറുണ്ട്. സംഘികളായ നിങ്ങളും ഇത് കഴിക്കാറുണ്ട്. എന്റെ കൂട്ടുകാരന്മാരായ ചരട് കെട്ടിയ സംഘികളും തലമൂത്ത സംഘികളും ഇത് എന്റെ മുന്നിൽ ഇരുന്ന് എന്റെ ഒപ്പം ഇരുന്ന് കഴിച്ചിട്ടുണ്ട്, ഇന്നും കഴിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന വാദമാണ് പശുവിനെ കുറിച്ചാണ് പറയുന്നത്, ബീഫ് ആയ പോത്തിനെ കുറിച്ചിട്ടല്ല എന്നുള്ളത്. ഞങ്ങള് പശുവിനെയും കഴിക്കാറുണ്ട്. മച്ചിപ്പശു എന്നാ പറയുക, അതായത് കറവ തെറ്റിയ പശുക്കള്. ഇത്തരം പശുക്കളെ ഇവിടെ അറക്കാറുണ്ട്, എല്ലാവരും കഴിക്കാറുണ്ട്. അല്ലാതെ പ്രസവിച്ച് കിടക്കുന്ന ഒരു പശുവിനെ ഞങ്ങൾ കൊണ്ടായി ആരും അറക്കാറില്ല, തിന്നാറുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, നോർത്ത് ഇന്ത്യക്കാരത് കഴിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് കേരളത്തില് പെൺകുട്ടികളെ ഇങ്ങനെ പിടിച്ചു നിർത്തി കെട്ടിയിട്ട് ബീഫ് തീറ്റിക്കുന്നുണ്ട് എന്നുള്ള തെറ്റായ സന്ദേശങ്ങളാണ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒരുപോലെയാണ് ജീവിക്കുന്നത്. ഇതിൽ ബീഫ് കഴിക്കാത്തവർ കഴിക്കാറില്ല, പോർക്ക് കഴിക്കാത്തവർ കഴിക്കാറില്ല. എല്ലാം ഞാൻ കഴിക്കാറുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല അത് കഴിക്കുന്നതുകൊണ്ട്. ചില സംഘികളുടെ കമന്റാണ്, അതായത് ബീഫ് എല്ലാവരും കഴിക്കാറുണ്ട്, അതേപോലെ നീ പോർക്ക് മുസ്ലിങ്ങളെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കടാ, അല്ലെങ്കിൽ അത് കഴിക്കടാ അവരെ മുന്നിൽ എന്നൊക്കെ പറയുന്ന കുറെ കൂതറകളുണ്ട്. ഞാൻ കഴിക്കാറുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ബീഫും കഴിക്കും, പോർക്കും കഴിക്കും, എല്ലാം കഴിക്കും. മുസ്ലിങ്ങൾ എടുത്തു പോയിട്ട് നീ ബീഫ് മാത്രം നിന്നാ പോരാ, നീ പോർക്കൊന്നും കൂടെ തിന്നടാ എന്നൊന്നും ഞാൻ പറയാനും നിൽക്കാറില്ല. അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിലേക്ക് കോലിട്ട് കുത്തേണ്ട കാര്യം എനിക്കെന്തിന്?
ഇതാണ് സംഘപരിവാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ബീഫ് വേണമെങ്കിൽ തിന്നാൽ മതി, ഞങ്ങൾ കഴിക്കും. ഞങ്ങൾ ചിലപ്പോൾ പശുവിനെ തിന്നുന്നൊക്കെ വരും. അതൊക്കെ നീ എന്തിനാ നോക്കുന്നത്? കാലങ്ങളായിട്ട് മച്ചി പശുവിനെയൊക്കെ അറക്കാറുണ്ട്. ഇതൊക്കെ അറിയാം ഇവിടെയുള്ള സംഘികൾക്ക്. പക്ഷെ എന്തിനാണ് ഈ അഖിൽമാരാർ ഈ രീതിയിൽ സംസാരിച്ചെന്നറിയോ? കേട്ടോ. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ, ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ഈ ചിന്തകളിൽ എല്ലാ അർത്ഥത്തിലും അവിടെയാണ് 2020യുടെയും എൻഡിയുടെയും ബി.ജെ.പിയും തമ്മിലുള്ള ഒരു ലയനം വരുന്ന സമയത്ത് എന്താണ് ബി.ജെ.പി ഉദ്ദേശിക്കുന്നത്? 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ എൻ.ഡി.എ തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? അതെ 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 ഇങ്ങനെയുള്ള സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി നീ നാളെ മുതൽ തുനിഞ്ഞിറങ്ങുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നിന്നോട് ചോദിച്ച ചോദ്യം വളരെ സിമ്പിളാണ്. കേരള സ്റ്റോറിയിൽ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പിടിച്ചു വെച്ച് നിർബന്ധിപ്പിച്ച് ബീഫ് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോഴാണ് ഇവൻ ചക്ക എന്ന് ചോദിക്കുമ്പോൾ മാങ്ങ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവന് നമ്മൾ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കും. എന്നിട്ട് നിനക്ക് ചക്കയെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് പറയാണ് നിനക്ക് തേങ്ങയെ കുറിച്ച് അറിയുമോടാ എന്നാ ചോദിക്കുക. അത്രക്ക് നല്ല വിവരമൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ആ വിവരം ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ഊളത്തരത്തിനാണെന്നുള്ളതാണ്. വളരെ വലിയൊരു ഊളയായിട്ട് ഇയാളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി വേടൻ പറയുന്ന അടുത്ത വാക്ക് കേൾക്കണ്ടേ? കേൾക്കാം. ഞങ്ങൾ ചോറും ബീഫ് കൂടി ചോറിന് ബീഫ് കൂട്ടിട്ടേ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. ബീഫ് കഴിക്കുന്നവരെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നാല് ശരിയാവുള്ളൂ. പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടത് ഇപ്പൊ പറയണം. ബീഫ് നമ്മളിൽ ഇഷ്ടമുള്ളവർ കഴിക്കാറുണ്ട്, ഇഷ്ടമില്ലാത്തവർ കഴിക്കാറില്ല. പോർക്കും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ, ഇല്ലാത്തവർ കഴിക്കണ്ട. ഇന്ന ആള് കഴിക്കണമെന്നോ ഇന്ന ആള് കഴിക്കണ്ടെന്നോ ഞങ്ങൾ പറയാറില്ല. ഇങ്ങനെ ഒരു സിനിമ ഇവിടെ കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം തന്നെ എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഇല്ലാ കഥ പറയുവാനും ലവ് ജിഹാദാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഗർവാപ്പസി എന്നൊരു പരിപാടിയുണ്ട്. നിന്റെ RSS നേതാക്കന്മാര് വാനോളം പുകഴ്ത്തി പറഞ്ഞ കാര്യമാണ് ഗർവാപ്പസി. നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് ഹിന്ദുവിലേക്കാക്കുക. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അതേപോലെ ഒരാളത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ച് നാളെ ഗർവാപ്പസി എന്നൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഈ ഇല്ലാ കഥകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഉണ്ട്. അത് എല്ലാ ഇടങ്ങളിലും ഉണ്ട്. അത് ബഹുവൽക്കരിച്ച് കാണിക്കുമ്പോഴാണ് ഈ അപകടം മൊത്തം എന്നുള്ളതാണ്. വേടനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വന്ന് പറയുമ്പോൾ അതിന് സ്വീകാര്യത ഒരുപാട് കിട്ടും. എന്നാൽ സംഘികളായ കുറെ പൊട്ടന്മാര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പോലും പറയാൻ കഴിയാതെ കഷ്ടപ്പെടുന്നതും കാണുന്നുണ്ട്. ഇതൊന്ന് കണ്ടോക്കി. ഞാൻ കേരളത്തിന്റെ അല്ല പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനത്തിന് നിങ്ങളുടെ അടുത്ത് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്? ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ബീഫ് നിങ്ങൾ ഫോഴ്സ് ചെയ്ത് കഴിക്കുക. ആ കുട്ടി ചിലപ്പോൾ ഒരു ബ്രാഹ്മൺ കുട്ടിയാണെങ്കിൽ അവർ നോൺ വെജുമായിട്ട് അടുത്ത് പോകാത്തവർ, അവർക്കെല്ലാം ഇങ്ങനെയുള്ള ഈ നോൺ വെജ് എന്ന് പറയുന്ന സമയത്ത് ഛർദ്ദിക്കുന്ന ആളുകളുണ്ട്. അവർ യൂസ് ടു അല്ല. ആ കുട്ടിക്കാലം തൊട്ട് അവർ ശീലിച്ചത് അങ്ങനെയാണ്. അപ്പൊ അവിടെ പോയിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമയിൽ കാണിക്കുന്നത് എന്തിനാണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അത് കേരളത്തിലായതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടി. എന്തായാലും അവർ നല്ല കുടുങ്ങിയിട്ടുള്ളത്. ആ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകളാ. എന്താണ് കേരളത്തിൽ ശരിക്കും നടക്കുന്നതെന്ന് സംഘികൾ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യൻ വാണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഹിന്ദിയിലൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഞാൻ 3 വീഡിയോ ഇട്ടിരുന്നേ. അതില് ത്രെഡിൽ ഭയങ്കര തെറി, അമ്മാതിരി തെറി. ഞാനത് നോക്കി എനിക്ക് പുഞ്ചിരിയാ തോന്നിയത്. കാരണം അത്രമാത്രം റീച്ച് കിട്ടി. ലക്ഷക്കണക്കിന് ആളുകൾ അത് സ്വീകരിച്ചു. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക്. കാരണം അത്രമാത്രം വിവരമില്ലാത്ത കുറെ ടീംസുകളാണ് അവിടെയുള്ളത്. ഇവിടെയും അതേ രീതിയിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സംഘികളുണ്ട് എന്നുള്ളതാണ്. കേരള സ്റ്റോറി റിയൽ ആണ് പോലെ ഒരു ചേച്ചി കിടന്ന് കരയാണ്, അയ്യോ ഞാനും കണ്ടതാ തേങ്ങാക്കൊല. കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇതേപോലെ. ഇനി വരും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ ഒരു പത്രസമ്മേളനം വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. മറ്റേ ഓരോരോ റോൾ പ്ലേയിങ്ങും നാടകവും ഞാൻ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു, സമുദായത്തിന്റെ ഭിന്നത ഞാൻ അത് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യം ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഇരട്ടത്താപ്പും നിങ്ങളുടെ SDP ഒപ്പം രാഷ്ട്രീയവും നിങ്ങളുടെ ജമാഅത്തിന് ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ ആ നാടകം ഇനിയിപ്പോ ആവശ്യമില്ല. ഇനി മുമ്പോട്ട് പോകുമ്പോൾ വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി ചർച്ച ചെയ്യാം. വെല്ലുവിളികളൊക്കെ നടത്തിയിരുന്നു ആള് കേട്ടോ. എന്താ വെല്ലുവിളി വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ നേരിട്ട് വായോ, എന്നിട്ട് എന്നോട് ചർച്ചയ്ക്ക് വായോ എന്നൊക്കെ പറയുന്നത് വലിയ ഊളയാണ്. ഇവരാണ് പറഞ്ഞത് ഹമാസ് കേരളത്തിലെത്തിയപ്പോ പിണറായി വിജയൻ മിണ്ടിയില്ല എന്നുള്ളത്. ഹമാസ് എങ്ങനെ കേരളത്തിലെത്തിയത്? ഹമാസ് കേരളത്തിലെത്തിയിട്ടില്ല. ഇങ്ങനെ ഓരോ ഊളത്തരങ്ങൾ വിളിച്ചു പറയാം. അതാണ് മണ്ടത്തരങ്ങളും ഇല്ലാ വചനങ്ങളും വിളിച്ചു പറയാ, ചരിത്രം വളച്ചൊടിക്കുക. ഇതൊക്കെയാണ് BJP-ക്കാരുടെയും സംഘികളുടെ ഒക്കെ പ്രധാന വിനോദം എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ ആ പരിപ്പൊന്നും ഈ കലത്തിൽ വേവില്ല. കേരളത്തിൽ നിങ്ങളുടെ ഒരു വർഗീയതയും നടക്കില്ല.
കേരള സ്റ്റോറി 2ന്റെ 2 ട്രെയിലർ വന്നു. 2 ട്രെയിലർ മൂഞ്ചി വളിഞ്ഞിരുന്നു എന്ന് പറയേണ്ടി വരും. ഇവര് പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ എത്തിക്കട്ടെ എന്നുള്ളത്. ഇപ്രാവശ്യം ആ ചാണക സിനിമക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കുറെ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാളെ ഗർവാപ്പസി എന്നൊരു സിനിമ വന്നു കഴിഞ്ഞാൽ കത്രിക കൊണ്ട് വരരുത് എന്റെ മക്കളെ. അതേപോലെ തന്നെ അണ്ടർ 16 ആണ് സിനിമ, 18+ കൂടിയല്ല, 16+ ആണ് സിനിമ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള വർഗീയ സിനിമകൾക്കൊക്കെ സെൻസർ ബോർഡ് കത്രിക വെക്കില്ല. എമ്പുരാനെ പോലെയുള്ള സിനിമകൾക്ക് കത്രിക വെക്കുന്നു. ചരിത്രത്തിൽ കൃത്യമായി എഴുതി ചേർക്കപ്പെട്ട ആ ഒരു കഥ, കൃത്യമായിട്ട് BBC ന്യൂസ് പുറത്തുവിട്ട ആ ഒരു കഥ, ബാബു ബജ്രാംഗിയെ കുറിച്ച് കൃത്യമായി എഴുതിയ ആ ഒരു കഥയ്ക്ക് ഇവർ കത്രിക വെക്കണം. അത് റിയൽ ഇൻസിഡന്റ് ഇവിടെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു. വേടനെ പോലെയുള്ള ആളുകൾ 1000 നാക്കുകൾ കൊണ്ട് എന്നും ഈ പണ്ടാറങ്ങളെ, ഈ ദുഷിച്ച നാക്കുകളെ അറുത്തു വീഴ്ത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വാളുകൊണ്ടല്ല, നാക്കുകൊണ്ടാണ് എന്നുള്ളതാണ്. ബുദ്ധിയില്ലാത്ത കുറെ കൂട്ടങ്ങളുണ്ട്, അവരങ്ങനെയാണ് ചിന്തിക്കുക. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ നാട് അത്രക്ക് സുന്ദരമാണ്. ഞങ്ങളുടെ നാട്ടില് വർഗീയത വിളമ്പാൻ വരാതിരിക്കുക. ഞങ്ങൾ ബീഫും തിന്നും, പശുവും തിന്നും, പോത്തും തിന്നും, പോർക്കും തിന്നും, മനുഷ്യന് കഴിക്കാൻ കഴിയുന്ന എന്തും തിന്നും. അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ തിന്നാ മതി. ഗോ മാതയല്ല, ഗോ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.